ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ദോശമാവിലേക്ക് ചെറിയ ഉള്ളിയിട്ടിട്ട് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ബാക്കി വന്ന ദോശമാവും ചെറിയ ഉള്ളിയും കൊണ്ടുള്ള ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ദോശമാവ് എടുത്തേണ്. ഇത് തലേന്ന് രാത്രി അരച്ച് വെച്ച രാവിലെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ആ ഒരു മാവിൻ്റെ ബാക്കിയാണ് കേട്ടോ. വൈകുന്നേരം മക്കൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിറ്റേന്ന് നമുക്ക് ഈ ഒരു ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. ഇനി ഇതിലേക്ക് ഞാനിതാ ചെറിയ ഉള്ളി ഇത്രയും എടുത്തുന്നു കേട്ടോ. എത്ര ചെറിയ ഉള്ളി എടുക്കണം അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതി, ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലുണ്ടായപ്പെടുത്തതാണ്. ചെറിയ കഷ്ണമായാലും പ്രശ്നമല്ല കേട്ടോ. കാണാനൊക്കെ നല്ലൊരു മൊഞ്ചാണ്. പിന്നെ ക്യാരറ്റ് നല്ലതാണല്ലോ മക്കൾക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നേ. പിന്നെ ഇതാ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും 5 മിനിറ്റ് മാത്രം മതിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഇതാ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് ഞാനിതാ ഈ ഒരു ക്യാരറ്റും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തുന്നു കേട്ടോ. അതും കൂടി ഇതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. ഇനി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു മാവ് കട്ടി കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അരിപ്പൊടി ആയാലും പ്രശ്നമല്ല കേട്ടോ. റവ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ റവ ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഈ സമയത്ത് നിങ്ങളെ കയ്യിൽ കരിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്. ഈ സമയത്ത് ഇതിലേക്ക് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പറ്റുന്ന ബീഫ് കറിയാണ്. ഇപ്പോൾ എല്ലാ വീട്ടിൽ ഈ ഒരു പെരുന്നാളൊക്കെ ആയിട്ട് ബീഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ അതാ കുറച്ച് ബീഫ് എടുത്ത് കൈകൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വലിയൊരു സവാള, പിന്നെ കുറച്ച് തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കൂടി ഇതുപോലെ ചതക്കിയിട്ട് ഞാനിതാ ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തന്നെ. പിന്നെ 1.5 സ്പൂണ് മതി കേട്ടോ ഈ ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 സ്പൂണോരും ഞാനിതാ ഈ ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തതാണ്. 1/4 ടീസ്പൂൺ മാത്രം മതിയേ. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ, ഒരുപാട് വെള്ളമൊന്നും വേണ്ടേ. ഈ ഒരു ഇറച്ചിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ വിസിലടുപ്പിച്ചുമ്പോൾ നമ്മൾ ഒന്നങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്താൽ മതിട്ട്. ഇനി ഞാനിതാ ഒരു 5 വിസിലോനെ അടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അങ്ങനെ 5 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിന് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒക്കെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയോ സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ തീയൊക്കെ കുറച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ചതക്കിയതും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കളറ് മാറണ വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂണ് ഗരം മസാല, പിന്നെ വേണ്ടത് 1.5 സ്പൂണിൻ്റെ അടുത്തിട്ടോ, 1.25 മതിയെ. ഈ ഒരു പിന്നെ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി. നിങ്ങൾക്ക് ഈ ഒരു കുറവാണെങ്കിൽ എത്ര വേണ്ട അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മുളക് കുറക്കട്ടെ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഇളക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ബീഫിൽ വെള്ളം കുറച്ചൊന്നങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ വറ്റിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തേനെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ ഒരു ബീഫ് കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വെറും 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പള്ളിക്കലൊക്കെ കിട്ടില്ല അതുപോലെ ആ ഒരു ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് ഇത് ഈ ഒരു ബീഫ് കറിയൊക്കെ കിട്ടും. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റോളം അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കിടിലൻ ബീഫ് കറി റെഡി ആയിനെ. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഏകദേശം 5 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ആ ഒരു മാവ് കൂട്ടിച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ചൂടാവണം കേട്ടോ. ഇങ്ങോട്ട് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് മതിയിട്ട് നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഈ ഒരു പലഹാരമൊക്കെ കൊടുക്കണമായിട്ട് എത്രയോ നല്ലതായിട്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു
പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി ക്യാരറ്റ് ഇട്ട് കൊടുത്തുന്നു. അപ്പോൾ ഇതാ കുറച്ച് നെരിച്ചിലോട് കൂടിയിട്ട് തന്നെ നമുക്കിതാ ഈ ഒരു അപ്പം റെഡി ആയതിന് ചൂടോട് കൂടി കഴിക്കാൻ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ ഒരു നെരിച്ചിലോട് കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി വൈകുന്നേരം വേണ്ട രാവിലെ പിറ്റേന്ന് രാവിലെയൊക്കെ ദോശമാവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാട്ട് അതിൻ്റെ പിറ്റേന്ന് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ്. നിങ്ങൾക്ക് കരിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഓരോ അപ്പം ഞാനിതാ ഉണ്ടാക്കിയെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീണ്ടും ഞാൻ പറയുകയാണ്, ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. വളരെ എളുപ്പമുള്ള റെസിപ്പികളാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളോ ഒന്നും വേണ്ടേ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു അപ്പം റെഡി ആയിട്ട് വീഡിയോ ഞാൻ പറയുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.